ഗൈസ് മല്ലു കോമിക്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി നിയോ ഈഗോസ്റ്റിക് ലീഗിന്റെ പാർട്ട് 5 വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചാനൽ അപ്ലോഡർ ആണ്. ഇത് പാർട്ട് 6 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കാണാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കീപ് വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ രണ്ട് മാച്ചിൽ ഒരു കളി കഴിഞ്ഞത് വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ബാസ്റ്റർ മോഷൻ വേഴ്സൺ ഊബേഴ്സ്. ഇനി ഇതിൽ വരാൻ പോകുന്നത് PSG വേഴ്സൺ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഇതിൽ 3-1 PSG ജയിക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട്. അതിൽ 3 ഗോളും റിന്നാണ് അടിച്ചിട്ടുണ്ടാവുക PSG. ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് ആകെ ഒരു ഗോളേ അടിച്ചിട്ടുണ്ടാവുള്ളൂ. അത് ചിഗിരി മാത്രമാണ് അടിച്ചിട്ടുണ്ടാവുക. നമ്മളെ നാഗി ഒരു ഗോൾ പോലും അടിച്ചിട്ടുണ്ടാവില്ല. നാഗിക്ക് ഇപ്പോൾ ഗോൾ സ്ക്രോൾ ചെയ്യുന്നതിനല്ല ഇമ്പോർട്ടൻസ്. അവനിപ്പോൾ എന്താണ് ഇവരെ ഇങ്ങനെ ഇത്ര ഫോർവേഡ് ചെയ്യണം, മുന്നോട്ട് നയിക്കുന്നത്, അതായത് ബാക്കിയുള്ളവർക്ക് എന്താണ് ഇത്ര ഇൻട്രസ്റ്റഡ് വരുന്നത് ഈ ഫുട്ബോൾ എന്നാണ് അവന്റെ കൺഫ്യൂഷൻ ആകെ. നാഗി ഇത് നേരിട്ട് റിന്നോട് ചെയ്യുന്നുണ്ട്. റിന്നെ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് എന്റെ ബ്രദറിനെ തോൽപ്പിക്കണം. പിന്നെ ബാറോ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്. ബാറോ പറയണം എനിക്ക് കിങ് ആവണം ഫുട്ബോളിലെ. അങ്ങനെ ഓരോരുത്തർ ഓരോ ആൻസർ തരുന്നുണ്ട്. അതായത് നാഗിയോട് ഓരോ ആൻസർ പറയുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷമാണ് ഈ 2 കളി കഴിഞ്ഞിട്ടുള്ള റാങ്കിങ് സിസ്റ്റം കാണിക്കുന്നത്. മക്കളെ ഇതിൽ റാങ്കിങ്ങിൽ ഓരോരുത്തരും കിടലാണ്. ബാറോക്ക് എത്ര മില്യൺ ആണെന്ന് അറിയും? ബാസ്റ്റർ മോഷന്റെ കളി കഴിഞ്ഞതിന് ശേഷം 130 മില്യൺ. ആൻഡ് 2 ഗോൾ അടിച്ചതിന് ശേഷം നമ്മുടെ സെക്കൻഡ് ഇസാഗിയുടെ എത്രയാണെന്ന് അറിയും? 150 മില്യൺ. ആൻഡ് ആ 3 ഗോൾ അടിച്ചതിന് ശേഷം റിന്നിൻ്റെത് 180 മില്യണിലോട്ട് പുഷ് ഉണ്ടായിരുന്നു. എന്നിട്ട് കൈസറിന്റെ വാല്യൂ കാണിക്കുന്നുണ്ട് 320 മില്യൺ. പക്ഷെ കൈസർ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. കാരണം കൈസറിനെ വെട്ടിച്ചിട്ട് ഇസാഗി ഗോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൈസർ 1 ഗോളും ഇസാഗി 2 ഗോളും അടിച്ചിട്ടുണ്ടായിരുന്നു ഈ മാച്ചിൽ. ഇതിനുശേഷം ഇനി വരാനുള്ള മാച്ചുകളുടെ ഒരു ഫിക്സ്ചർ കാണിക്കുന്നുണ്ട്. ആ ഫിക്സ്ചർ ഞാനിവിടെ കാണിക്കാം. ആദ്യം വരാൻ പോകുന്നത് FC ബാർക്ക വേഴ്സസ് PSG, അതിനുശേഷം മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ഊബേഴ്സ്. ഇതാണ് ഇനി അടുത്ത് വരാൻ പോകുന്ന കളികൾ. ആൻഡ് ഇതിൽ നമ്മുടെ കൈസർ, അതായത് ഇത്ര നാൾ പ്രാക്ടീസ് ചെയ്യാതിട്ടിരുന്ന കൈസർ വരെ പിന്നിട്ട് പ്രാക്ടീസിന് അറിയുന്നുണ്ട്. കാരണം ഇപ്പൊ അവനൊരു റൈവലറിനെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇസാഗിനെ എങ്ങനെയും തോൽപ്പിക്കണം, നെക്സ്റ്റ് മാച്ചിൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് കൈസർ മാറി. ഇത്ര നാൾ പ്രാക്ടീസ് പോലും ചെയ്യാണ്ടിരുന്ന കൈസർ ഇപ്പൊ ഹാർഡ് കോർ ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിനുശേഷം 2 മാച്ചും നല്ല തുടങ്ങുന്നത് നമുക്ക് ഗ്ലിംസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓരോ മാച്ചിന്റെയും, അതായത് അടുത്തടുത്ത ചാപ്റ്റേഴ്സിൽ ഓരോ മാച്ചിന്റെയും ഗ്ലിംസ് കാണിക്കുന്നത്. ആദ്യം ബാക്ക വേഴ്സസ് PSG. ഒബ്വിയസ്ലി PSG ആണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അതിനുശേഷം നമ്മുടെ നാഗിയുടെ ടീം വേഴ്സസ് ബാറോ ടീം, ഊബേഴ്സ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി. ഇതിൽ ഊബേഴ്സ് ആയിരുന്നു ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നാഗിക്ക് തീരെ കളിക്കാൻ പറ്റുന്നില്ല. നാഗിയുടെ ഇൻട്രസ്റ്റ് എല്ലാം പോയി. നാഗി ഭയങ്കര ലോ ആയിട്ട് കളിക്കുന്ന ഒരു കളിയാണ്. ആൻഡ് ഇത് കണ്ടിട്ട് ഡയറക്റ്റ് നമ്മുടെ ടീം ബാറോ വന്ന് നാഗിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയേ, അത് വാട്ടാപ്പൻ ടീം ഇങ്ങനെയല്ലല്ലോ കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ബാറോ തന്നെ ഭയങ്കര അറഗൻസിൽ നാഗിയോട് വന്ന് ചോദിക്കുന്നുണ്ട്. നാഗി വേറൊരു മൈൻഡ് സെറ്റിലോട്ട് തന്നെ പോകുന്നുണ്ട്. അവൻ എന്താ പറ്റിയെന്ന് അവന് തന്നെ മനസ്സിലാവുന്നില്ല. ഇത്തരം റാങ്കിങ്ങിലെല്ലാം മുന്നോട്ട് വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇതിങ്ങനെ അവന് തന്നെ ഇൻട്രസ്റ്റിൽ, അതായത് എന്താണ് ഇവരെ പുഷ് ചെയ്യുന്നുള്ളത്, അവനെ ആരും പുഷ് ചെയ്യുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് അവൻ പോകുന്നുണ്ട് നാഗി. ഒബ്വിയസ്ലി നാഗി ഇങ്ങനെ കളിക്കുമ്പോൾ റിയോക്കും ഒരുപാട് അത് ബാക്ക്ലോക്ക് ആക്കി വരുന്നുണ്ട്. അതായത് റിയോയും റാങ്കിങ്ങിൽ താഴോട്ട് വരുന്നുണ്ട്, നാഗി അതുപോലെ തന്നെ റിയോ റാങ്കിങ്ങിൽ താഴോട്ട് വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും റാങ്കിങ്ങിൽ ഒരുപാട് താഴോട്ട് വന്നു. അതിനുശേഷം ഷിഡോന്റെ വാല്യൂ കാണിക്കുന്നത് 100 മില്യൺ ആയിട്ടുണ്ട്. ഇസാഗി 150 മില്യൺ തന്നെ, ബാറോയും ഇപ്പോൾ 150 മില്യൺ തന്നെ. ആൻഡ് ഇതിനുശേഷം ഇനി വരാൻ പോകുന്ന ഹൈപ്ഡ് ഗെയിംസ് കാണിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി PSG വേഴ്സസ് മാസ്റ്റർ മോഷൻ, അതായത് ഇസാഗിയുടെ ടീം വേഴ്സസ് റിന്നിന്റെ ടീം. റിന്നിന്റെ വാല്യൂ ഇപ്പോൾ 198 മില്യൺ ആണ്. അതിനുശേഷം നമുക്ക് ഇവിടെ നാഗി ആൻഡ് റിയോന്റെ ഇടയിലുള്ള ഒരു സംസാരം കാണിക്കുന്നുണ്ട്. നാഗി പറയുന്നുണ്ട് നമുക്ക് എങ്ങനെയും ചെയ്തിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ. കാരണം ഓൺലൈനിലും അവർക്ക് ഒരുപാട് ബുള്ളിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് എങ്ങനെയും ഇപ്പോൾ മുന്നോട്ട് വരണം, നമുക്ക് ഒരുമിച്ച് എങ്ങനെയും കളിക്കണം എന്നുണ്ട്. അപ്പോൾ നാഗി അവിടെ തന്നെ പറയുന്നുണ്ട് ഇല്ല, നമ്മൾ കളിക്കുന്നത് എങ്ങനെയും ചേഞ്ച് ചെയ്യണം. ഈ പണ്ടാരം പിടിച്ച് നമ്മൾ ഒരുമിച്ച് കളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. നാഗിയുടെ ഒരു ഓറ അവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം അടുത്ത മാച്ച് അതായത് സൈമൾട്ടേനിയസ്ലി 2 മാച്ചാണ് നടന്നത്. FC ബാർക്ക വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റിയും അതിനുശേഷം വരുന്നത് നമ്മുടെ ഒബ്വിയസ്ലി PSG വേഴ്സസ് ബാസ്റ്റർ മോഷനും. ആളുകൾ കാണാൻ ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്നത് ബാസ്റ്റർ മോഷൻ വേഴ്സസ് PSG ആണ്. റിന്നിന്റെ ടീം വേഴ്സസ് ഇസാഗിയുടെ ടീം, കൈസർ വേഴ്സസ് ഷീഡോ, അങ്ങനെയാണ് വരുന്നത്. ആൻഡ് ഈ മാച്ച് ഇപ്പോഴും കറന്റ്ലി ഓൺ ഗോയിങ് ആണ്. അതായത് തീരുന്നില്ല ഇത്, ഇപ്പോഴും ഇതിങ്ങനെ ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ തൊട്ട് ആ മാച്ചിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ആയിരിക്കും. അതായത് ഒരു മാച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് പാട്ടായിട്ട് തന്നെ. അപ്പം നിയോ ഈഗോയിസ്റ്റിക് ലീഗിന്റെ പാട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിച്ച് ഇനി മാച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു നെക്സ്റ്റ് വീഡിയോ തൊട്ടിട്ട്. അപ്പോൾ കണ്ടിന്യൂ സപ്പോർട്ടിങ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.